താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ശ്രീ ശങ്കര കോളേജ് ഗ്രൗണ്ടിൽ ശങ്കര പ്രീമിയർ ലീഗ് സീസൺ 2 നടന്നു. 4 ടീമുകളാണ് മത്സരിച്ചത്. വീണ്ടും ശങ്കര പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മാച്ച് സ്കൈ കിങ്സ് നേടിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ക്രൂഷ്യൽ മാച്ച് ആയിരുന്നു. എല്ലാ കാണികൾക്കും നല്ലൊരു വിരുന്നൊരുക്കിയിരിക്കുകയാണ് രണ്ട് ടീമിന്റെയും. കാലടി ശ്രീശങ്കര കോളേജ് ഗ്രൗണ്ടിൽ ശങ്കര പ്രീമിയർ ലീഗ് സീസൺ 2 നടന്നു. 4 ടീമുകളാണ് മത്സരിച്ചത്. കളികൾ രാവിലെ ആരംഭിച്ച് വൈകിട്ട് നടന്ന സമ്മാനദാന ചടങ്ങോടെ അവസാനിച്ചു. സ്കൈ കിങ്സ് ടീമും റോയൽ ചലഞ്ചേഴ്സ് ബോയ്സ് ടീമും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം. വിജയികളായ സ്കൈ കിങ്സ് ടീമിന് കാലടി പഞ്ചായത്തിലെ മുൻ മെമ്പർ KT എൽദോസ് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. പല പ്രാവശ്യം കോളേജ് മാനേജ്മെന്റ് സംസാരത്തിൽ നമുക്ക് അനുകൂലമായ നിലപാടിലേക്ക് എത്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഈ പരിപാടി നടത്താൻ സാധിച്ചത്. ഇത് തരാതിരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കുക, എന്റെ അനിയന്മാർ മനസ്സിലാക്കുക, നമ്മളിവിടെ കയറ്റാതിരിക്കാൻ, ഇത് തരാതിരിക്കാൻ, ഇത് കോളേജിന്റെ ഗ്രൗണ്ട് കോളേജിലുള്ളവർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞതിൽ കുത്തിതിരിവുണ്ടാക്കാൻ പുറത്ത് ചില ആളുകൾ, വളരെ ചുരുക്കം ആളുകൾ ശ്രമിച്ചിരുന്നു, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനേജ്മെന്റ്, ഞാൻ എടുത്തു വരുന്ന ജനറൽ മാനേജർ ശ്രീനാഥ്, ആദിശങ്കര ട്രസ്റ്റി ശ്രീ K ആനന്ദ് അഡ്വക്കേറ്റ്, അതുപോലെ പ്രിൻസിപ്പൽ അനിൽകുമാർ പ്രൊഫസർ, അവരെല്ലാം നമ്മൾ വിളിച്ചു. അപ്പൊ ഇന്ന് അവധി ദിവസമായിട്ടൊന്നും വരാൻ പറ്റില്ല എന്ന് അറിയിച്ചെങ്കിലും നമുക്ക് എല്ലാ സഹായങ്ങളും സെക്യൂരിറ്റിക്കാരെല്ലാം വിളിച്ചു പറഞ്ഞ് നമുക്ക് എല്ലാ സഹായം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. റണ്ണേഴ്സപ്പായ റോയൽ ചലഞ്ചേഴ്സ് ബോയ്സ് ടീമിന് ട്രോഫിയും ക്യാഷ് പ്രൈസും കാനൂർ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എബിൻ ഡേവിസ് സമ്മാനിച്ചു. മികച്ച കളിക്കാർക്കുള്ള പുരസ്കാരങ്ങൾ എറണാകുളം പോലീസ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്ലെയർ വൈശാഖ്, പോലീസ് ഓഫീസർ സാജു എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടില് കളിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ കളിക്കാനായിട്ട് യുവാക്കളും ആരും ഇല്ലാതിരിക്കുന്ന സമയമാണ്. കാരണം എല്ലാവരും പുറത്തേക്ക് പോവാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞാനൊക്കെ പഞ്ചായത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യം ചെന്ന് നമ്മളൊരു കാഴ്ചപ്പാട് തന്നെ വന്നാണ് നമുക്കവിടെ ഒരു ഗ്രൗണ്ട് ഒക്കെ ശരിയാക്കണം എന്നുള്ളത്. അപ്പൊ നമ്മള് അടുത്ത പദ്ധതിയിൽ കാഞ്ഞൂർ പഞ്ചായത്തിലേക്ക് നമ്മളൊരു ടർഫ് ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അടുത്ത 27-28 പദ്ധതിയിൽ ഈ പ്രാവശ്യത്തെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് പഞ്ചായത്തിന് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് പൊളിച്ചു പണിയാനുള്ള കുറച്ച് MCP സ്ഥലം വാങ്ങാൻ കുറച്ച്. അപ്പൊ നമ്മൾ പണ്ട് MCP മേടിക്കാൻ വേണ്ടി ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് നമ്മളൊരു ടർഫ് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പ്ലാനുകൾ വരുന്നുണ്ട്. അപ്പൊ അതോടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴുള്ള യുവജനങ്ങൾ കൂട്ടായ്മകൾ വരുമ്പോൾ സ്പോർട്സിന് കൂടുതലും നമ്മൾ പുതിയ താരങ്ങൾ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിന്റെ ബാക്കിലുള്ള ആ കണ്ടത്തിലാണ് ഞങ്ങളുടെ കളി. അപ്പൊ അവിടെ സ്കൂൾ കൂട്ടി കഴിയുമ്പോഴും സ്കൂളില്ലാത്ത സമയത്തൊക്കെ അവിടുത്തെ എല്ലാം ചപ്പും ചവറൊക്കെ പറിച്ചു കളഞ്ഞ് ഫുട്ബോളിന്റെ സീസണാണെങ്കിൽ ഫുട്ബോള്, ക്രിക്കറ്റിന്റെ സീസണാണെങ്കിൽ ക്രിക്കറ്റ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് വലുതായി മുതിർന്ന് ജോലി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലിയിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബിനോജ് എന്നെ എല്ലാ ഞായറാഴ്ച കളിക്കാൻ വിളിക്കും, വാ നമുക്ക് കളിക്കാം. ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ചു പറഞ്ഞു, ഈ കളി എന്ന് പറയുന്നത് ഈ ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനം മാത്രമല്ല, ഇവിടെ വരുമ്പോ ഇവർക്ക് മൊത്തം മനസ്സിൽ ഭയങ്കര റിലീഫാന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ആ കളിക്കുന്നതിൽ അവർക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്. ആ റിലീഫ് എന്നും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്ലക്സിൽ വെച്ചിട്ടുണ്ട്, നമ്മള് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ക്രിക്കറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്നുള്ളത്. ഞാൻ കണ്ടേക്കുന്ന ചെറുപ്പക്കാരില് അവന്റെ പല അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ കണ്ടേക്കണേല് നല്ലൊരു പയ്യനായിരുന്നു. അവൻ നമ്മളിൽ നിന്ന് പൊളിഞ്ഞു പോയി. നമ്മള് അവന്റെ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ശരിക്കും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്, നടന്നില്ല പോട്ടെ. അപ്പൊ അവന്റെ ഒരു സ്മരണയ്ക്കായിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്നുകൂടി മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കളി ശരിക്കും ഇഷ്ടപ്പെട്ടു. പലരും ബാറ്റിങ്ങും നമ്മൾ ഇതുവരെ കണ്ട പോലെയല്ല. അന്ന് നമ്മൾ ഞായറാഴ്ച വന്ന് കളിക്കുമ്പോഴും പലരും ഫോം ആവാറില്ല. പക്ഷെ ഇന്നത്തെ ഈ ഫൈനലിലും എല്ലാ കളിയിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു.